അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വിശുദ്ധമായ ലൈലത്തുൽ ഖദ്റുമായി ബന്ധപ്പെട്ട് ഏതാനും ചില വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. ഈ സമുദായത്തിന് വിശുദ്ധമായ റമദാൻ നോമ്പുള്ളതുപോലെ കഴിഞ്ഞകാല സമുദായങ്ങൾക്കും റമദാനിൽ തന്നെ നോമ്പുള്ളവരുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഈ ഉമ്മത്തിൻ്റെ റമദാനിലുള്ള പ്രാധാന്യം അവർക്കുണ്ടായിരുന്നില്ല എന്ന് മാത്രം. കാരണം ഈ റമദാനിന്, നമ്മുടെ റമദാനിന് ഇത്രമാത്രം പ്രാധാന്യമുണ്ടാവാനുള്ള കാരണം വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നതാണ്. വിശുദ്ധ ഖുർആൻ അവതരണത്തിൻ്റെ സന്തോഷപ്രകടനമാണ് ഒരു മാസക്കാലം വിശ്വാസികളെടുക്കുന്ന നോമ്പ് എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുമുണ്ട്. ഏതായാലും ആ ഖുർആൻ അവതരണം നടന്നത് ലൈലത്തുൽ ഖദ്റിലാണ്. അതെന്ന് എന്നതിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതടക്കം പിൽക്കാല പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ മുഫസ്സിറുകൾ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞു. ഏതായാലും ഖുർആൻ എന്ന് പറഞ്ഞാൽ വായിക്കപ്പെടുന്നത് എന്നാണ് ആ വാക്കിനർത്ഥം. അതുകൊണ്ട് തന്നെ അത് വായിക്കപ്പെടേണ്ട ഗ്രന്ഥമാണ്. കൂടുതൽ അച്ചടിക്കുക എന്നതിലുപരി അത് വായിക്കപ്പെടേണ്ട ഗ്രന്ഥമാണ്. വിശുദ്ധമായ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾ തന്നെ അതിനെ 2 രീതിയിലാണ് നോക്കിക്കാണുന്നത്. ഒന്ന്, ഒരു വിശുദ്ധ ഗ്രന്ഥം, പുണ്യഗ്രന്ഥം എന്ന നിലയിൽ. മഹാഭൂരിപക്ഷം വിശ്വാസികളും ഖുർആനിനെ സമീപിക്കുന്നത് അങ്ങനെയാണ്. എന്നുവെച്ചാൽ ഓരോ വീടുകളിലും വിശുദ്ധമായ ഖുർആനിൻ്റെ കോപ്പികൾ അലമാരകളിലും ഷോക്കേസുകളിലും ബഹുമതിയോടുകൂടെ സൂക്ഷിക്കുന്നു. ഒഴിവ് സമയങ്ങളിൽ വല്ലപ്പോഴും അത് പാരായണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ചിലർ ഖത്തം തീർക്കുന്നു, മറ്റു ചിലർ നിശ്ചിത സൂറത്തുകൾ ഓരോ രാവുകളിലും ഓതി തീർക്കുന്നു. ചിലരാവട്ടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ, അല്ലെങ്കിൽ രോഗങ്ങൾ വരുമ്പോൾ ചികിത്സാ രീതി എന്നോണം പ്രത്യേക ആയത്തുകളും സൂറത്തുകളും ഓതി തീർക്കുന്നു. ഇതാണ് വിശ്വാസികൾ, ഒരുപറ്റം വിശ്വാസികൾ വിശുദ്ധമായ ഖുർആനിനോട് കാണിക്കുന്ന സമീപനം. അതേസമയത്ത് വേറൊരു വിഭാഗം ഈ ഗ്രന്ഥത്തെ കാണുന്നത് ദാർശനിക മാർഗദർശനം നൽകുന്ന ഗ്രന്ഥമായിക്കൊണ്ടാണ്. അവർക്കതിൽ നിന്ന് പല ദർശനങ്ങളും ലഭിക്കുന്നു. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധമായ ഖുർആൻ അവതരണത്തിൻ്റെ ലക്ഷ്യം. ആദ്യം പറഞ്ഞത് പുണ്യമുള്ള കാര്യമാണെങ്കിലും പുണ്യഗ്രന്ഥമായി കണ്ട് പാരായണം ചെയ്യലും അല്ലെങ്കിൽ രോഗശമനത്തിനടക്കം അത് വായിക്കലുമൊക്കെ പ്രാധാന്യമുള്ളതാണെങ്കിലും പുണ്യമുള്ളതാണെങ്കിലും വിശുദ്ധ ഖുർആൻ അവതരണം കൊണ്ട് ലക്ഷ്യമാക്കുന്ന ചില സംഭവങ്ങളുണ്ട്. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അവർ വിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലയോ? അല്ല, അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അവർക്ക് ഖുർആനിനെ ചിന്തിക്കാതിരിക്കാൻ മാത്രം അവരുടെ ഹൃദയങ്ങൾക്ക് പൂട്ടിയിട്ടിട്ടുണ്ടോ എന്ന് ഖുർആൻ തന്നെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഖുർആനിലെ ഓരോ അമാനുഷികതയെക്കുറിച്ചും അതിലെ ഓരോ വരികളെക്കുറിച്ചും ചിന്തിക്കുക.
ഇതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ മഹത്തരമായ കാര്യങ്ങളാണ്. ലോകത്ത് ഖുർആൻ ചിന്തിച്ചുകൊണ്ട് ഖുർആനിൻ്റെ മുഅ്ജിസത്ത്, അമാനുഷികത ഉൾക്കൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന എത്രയോ ബുദ്ധിരാക്ഷസന്മാരെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അങ്ങനെ ഒരു ഇസ്ലാമിക ആശ്ലേഷം ശരിയാവണമെങ്കിൽ, ഉണ്ടാവണമെങ്കിൽ ഖുർആനിനെ പറ്റിയുള്ള പഠനങ്ങൾ ലോകത്ത് അനവധി നടക്കേണ്ടതുണ്ട്. അങ്ങനെ നടത്തിയവരാണ് പലരും. ഖുർആൻ എന്നുള്ളത് അമാനുഷികതയുടെ അമാനുഷികതയുടെ ഗ്രന്ഥമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണല്ലോ വിശുദ്ധമായ ഖുർആൻ, അമാനുഷികതയാണല്ലോ. അതുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആനിനോട് തത്തുല്യമായ ഒരു ചെറു ഗ്രന്ഥമെങ്കിലും, അല്ലെങ്കിൽ ആ വിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായത്തോട് കടപിടിക്കുന്ന ചെറിയ അധ്യായമെങ്കിലും, ഒരു സൂക്തമെങ്കിലും കൊണ്ടുവരാൻ വെല്ലുവിളിച്ചപ്പോൾ ആ വെല്ലുവിളിക്ക് മുമ്പിൽ അറബി സാഹിത്യകാരന്മാരടക്കം മുട്ടുമടക്കാനുള്ള കാരണം വിശുദ്ധ ഖുർആൻ അത് ദൈവീകതയായതുകൊണ്ടാണ്. സാധാരണയിൽ നമ്മൾ പറയും വിശുദ്ധമായ ഖുർആനിൻ്റെ സാഹിത്യപരമായ മുന്നേറ്റമാണ് അത് കൊണ്ടുവരാതിരിക്കാൻ കാരണമെന്ന്. അങ്ങനെ മാത്രമല്ല, സാഹിത്യപരമായി 6-ാം നൂറ്റാണ്ടിൽ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധമായ ഖുർആൻ 22-ലും 23-ാം നൂറ്റാണ്ടിലുമൊക്കെ കാലാതിവർത്തിയായി ഇന്നും സാഹിത്യമേന്മയിൽ മുൻഗണനയിൽ നിൽക്കുന്ന ഗ്രന്ഥം തന്നെയാണ് ഖുർആൻ. പക്ഷേ വെല്ലുവിളികളെ നേരിടാൻ കഴിയാത്തത് അതുകൊണ്ട് മാത്രമല്ല, അതിൻ്റെ അമാനുഷികത എന്നതാണ് വളരെ പ്രധാനം. വിശുദ്ധമായ ഖുർആൻ അത് തീർത്തും തൻസീലും മിനൽ അസീസ്, അത് അള്ളാഹുവിൽ നിന്നുള്ള അവതരണമാണ്. അതാണ് കാരണം, ദൈവീകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു കൈകടത്തലും അതിനകത്തേക്ക് പ്രവേശിച്ചിട്ടില്ല എന്നതാണ് കാരണം. അതുകൊണ്ടല്ലേ വിശുദ്ധമായ വഹയുമായി, ഖുർആനുമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചില സമയങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ ദിവസങ്ങളോളവും മാസങ്ങളോളവും വരൂല, നബി തങ്ങളെ സമീപിക്കാറില്ല. സമീപിക്കാതെ വരുമ്പോൾ അന്ന് മക്കയിലെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്. എന്താ മുഹമ്മദേ, നിൻ്റെ റബ്ബ് നിന്നെ കൈവിട്ടോ എന്ന് പരിഹാസ്യത്തോടുകൂടെ ശത്രുക്കൾ ചോദിക്കാറുണ്ട്. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള കൂട്ടിച്ചേർത്തലുകൾ ആ ഗ്രന്ഥത്തിനകത്തുണ്ടെങ്കിൽ ഇത്ര മാസങ്ങളോളം കാത്തിരിക്കേണ്ട ഒരു കാര്യവും നബിതങ്ങൾക്കുണ്ടായിരുന്നില്ല. അത് മുഴുവനും ദൈവീകമാണ്, അമാനുഷികതയാണ്. അതുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആനിന് തത്തുല്യമായ, ആയത്തിനോ സൂക്തത്തിനോ തത്തുല്യമായ ഒരു ചെറുതെങ്കിലും കൊണ്ടുവരാൻ ലോകത്ത് ഇന്ന് വരെ ആർക്കും സാധിക്കാതെ പോയത്, കഴിയുകയുമില്ല. ആ അമാനുഷികതകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മാർഗദർശന ഗ്രന്ഥമായി വിശുദ്ധ ഖുർആനിനെ നമ്മൾ കാണേണ്ടതുണ്ട്. അങ്ങനെ കണ്ടവരാണ് പലരും. വിശുദ്ധ ഖുർആനിലെ പല ആയത്തുകളും പഠനത്തിന് വിധേയമാക്കിക്കൊണ്ട് ശാസ്ത്രജ്ഞരായ ആളുകൾ പോലും ഇസ്ലാം സ്വീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഫറോവ, ലോകം കണ്ട ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയാണ് ഫറോവ. ആ ഫറോവയുടെ മരണവും നൈൽ നദിയിലുള്ള മുങ്ങിച്ചാവലും പിന്നീട് ഖിയാമത്ത് നാൾ വരെയുള്ള അവൻ്റെ ബോഡി ഇവിടെ തന്നെ ഒരു ആയത്തായിക്കൊണ്ട്, ദൃഷ്ടാന്തമായിക്കൊണ്ട് സംരക്ഷിക്കപ്പെടും എന്നതുമൊക്കെ ആദ്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് വിശുദ്ധമായ ഖുർആനാണ്. അതിനു മുമ്പ് ഒരു വേദഗ്രന്ഥവും അത്തരമൊരു പഠനം ലോകത്തിനു മുമ്പിലേക്ക് വന്നിട്ടില്ല. ഖുർആൻ പറഞ്ഞു, ഫൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. നിന്റെ ബോഡിയെ, നിന്റെ ഭൗതിക ബോഡിയെ നമ്മൾ സംരക്ഷിക്കും. എന്തിനു വേണ്ടി? ലിയകൂന ലിമൻ ഖൽഫക ആയ,
നിനക്കു പിറകെ വരുന്ന നിൻ്റെ അണികളടക്കമുള്ള ആളുകൾക്ക് നീയൊരു തെളിവാവണം. അതിനുവേണ്ടി നിൻ്റെ ബോഡിയെ നമ്മൾ കേടുകൂടാതെ സൂക്ഷിക്കുകയും ചെയ്യും. വഇന്ന കസീറം മിനന്നാസി അൻ ആയാതിനാ ലഗാഫിലൂൻ. ഭൂരിപക്ഷം ആളുകളും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ, നമ്മുടെ ആയത്തുകളെ തൊട്ട് അശ്രദ്ധരാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊരു പാഠമായിക്കൊണ്ട് നിൻ്റെ ബോഡിയെ നമ്മൾ ഖിയാമത്ത് നാൾ വരെ സംരക്ഷിക്കും എന്ന് വിശുദ്ധമായ ഖുർആൻ ഫറോവയെപ്പറ്റി പറഞ്ഞു. അതുവരെ ഫറോവയുടെ അന്ത്യത്തെക്കുറിച്ച് ഒരു ഗ്രന്ഥങ്ങളിലും കാണില്ലായിരുന്നു. ഇവിടെ നൂറ്റാണ്ടുകൾക്ക് ശേഷം 1898 ഫറോവയുടെ ശരീരം കണ്ടെത്തി. മരണപ്പെട്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഫ്രാൻസിൽ നടന്ന ശാസ്ത്രീയ പരിശോധനകളിലൂടെ ആണ് അത് ഫറോവയാണ് എന്ന് ഉറപ്പിച്ചത്, ഫറോവയുടെ ബോഡിയാണെന്ന് ഉറപ്പിച്ചത്. ആ വിഷയത്തെക്കുറിച്ച് പഠനം നടത്തിയ ഫ്രഞ്ച് ശാസ്ത്രജ്ഞനും ക്രിസ്ത്യാനിയുമായ ഒരാളാണ് മോറിസ് ബുക്കായി. നമ്മളൊക്കെ പലപ്പോഴും കേട്ട വളരെ പ്രശസ്തനായ ഒരാളാണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. എന്താണ് അയാളെ ഇസ്ലാം സ്വീകരിക്കാൻ അയാളെ പ്രേരിപ്പിച്ചത്? അത് ഫൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ എന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആ പരാമർശമായിരുന്നു. ഫ്രാൻസിൽ നടന്ന ശാസ്ത്രീയ പരിശോധനയിൽ പങ്കെടുത്ത ഒരു ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ് ഈ മോറിസ് ബുക്കായി. ഇങ്ങനെ എത്രയോ ആളുകൾ വിശുദ്ധമായ ഖുർആനിൻ്റെ അമാനുഷികതകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കും കഴിയണം അതിന്. ഈ വളരെ കുറഞ്ഞ മാസങ്ങൾക്ക് മുമ്പ്, ഈ വർഷാദ്യത്തിലോ അല്ലെങ്കിൽ 2022 അവസാനത്തിലോ ആയിരിക്കാം, നമ്മളൊക്കെ വായിച്ചു, ഒരു സെലിബ്രിറ്റിയായ യുവതി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരു ലോഡ്ജിൽ മുറിയെടുക്കുന്നു. മുറിയെടുത്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ തൊട്ടുമുമ്പ് തൻ്റെ കണ്ണ് റൂമിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓടിച്ചപ്പോൾ ആ റൂമിൻ്റെ അലമാരയിൽ ഒരു ഗ്രന്ഥം കണ്ടു. വെറുതെ ആത്മഹത്യയുടെ മരണത്തിന് തൊട്ടു മുമ്പ് ആ ഗ്രന്ഥമൊന്നെടുത്ത് വായിക്കാമെന്ന് കരുതി കയ്യിലെടുത്തപ്പോൾ അത് വിശുദ്ധമായ ഖുർആനിൻ്റെ ഒരു കോപ്പിയായിരുന്നു. ആ പെണ്ണ് ആത്മഹത്യക്ക് മുന്നിൽ, മരണം മുന്നിൽ കണ്ടുകൊണ്ടിരുന്ന ആ പെണ്ണ് ആ ഗ്രന്ഥം ഒന്ന് തുറന്നു വായിച്ചു. വായിച്ചപ്പോൾ തന്നെ കണ്ടത് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് പറയുന്ന സൂറത്തുൽ മുൽക്ക് ആ അധ്യായമായിരുന്നു ആദ്യം തന്നെ കണ്ടിരുന്നത്. അതിങ്ങനെ ഓതിപ്പോന്നപ്പോൾ അതിൽ കണ്ടു വല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, ആ അല്ലാഹുവാണ് മരണത്തെയും ജീവിതത്തെയും പടച്ചിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അവസാനം പറഞ്ഞു, എന്തിനു വേണ്ടിയാ? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. മരണത്തെ പടച്ചതും അതേപോലെ തന്നെ ജീവിതത്തെ പടച്ചതുമൊക്കെ നിങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല രീതിയിൽ കർമ്മം ചെയ്യുന്നവരാരെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സെലിബ്രിറ്റിയായ യുവതിക്ക് മനസ്സിന് പരിവർത്തനം വന്നു. ആ പെണ്ണ് ചിന്തിച്ചു പോയി, എൻ്റെ ജീവിതത്തിന് അവകാശിയായത് എന്നെ പടച്ച ജഗന്നിയന്താവാണെങ്കിൽ എൻ്റെ മരണം നിശ്ചയിക്കേണ്ടതും എന്നെ മരിപ്പിക്കേണ്ടതും അവൻ തന്നെയാണ്. എൻ്റെ ജീവിതത്തിലോ മരണത്തിലോ കൈകടത്താനുള്ള ഒരവകാശവും എനിക്കില്ല എന്ന് ആ യുവതി സ്വയം മനസ്സിലാക്കി വിശുദ്ധ ഖുർആനിലെ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്നൊരായത്തായിരുന്നു ആ പെണ്ണിന് പ്രചോദനമായി മാറിയത്. ഇങ്ങനെ എത്രയോ ആളുകൾക്ക് വിശുദ്ധമായ ഖുർആനിൻ്റെ അമാനുഷികത ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പൽ, അന്നുണ്ടായ ലോകത്തെ എല്ലാ ദേശങ്ങളിലും ബാധിച്ച ലോകം കണ്ട ഏറ്റവും വലിയ പ്രളയമാണല്ലോ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിലുണ്ടായ പ്രളയം. കൊടും വരൾച്ചയിലായിരുന്നു പ്രളയം.
അത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു മുഅ്ജിസത്ത് കൂടെയായിരുന്നു. ആ പ്രളയത്തിൽ വിശ്വാസികൾക്കും നൂഹ് നബിക്കും രക്ഷപ്പെടാൻ വേണ്ടി നേരത്തെ തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നിർമ്മിക്കപ്പെട്ട ആ കപ്പൽ അതെവിടെ നങ്കൂരമിട്ടു എന്നതിൽ വലിയ വലിയ ചർച്ചകൾ പൂർവ്വവേദങ്ങളിൽ കാണാൻ കഴിയുന്നതാണ്. ഉൽപ്പത്തി പുസ്തകങ്ങളിലടക്കം ആ നങ്കൂരമിട്ട പർവ്വതത്തെക്കുറിച്ചുള്ള ചർച്ച വന്നിട്ടുണ്ട്. അവർ പറയുന്നത് അരാരാത്ത് പർവ്വതത്തിൽ ആണ് എന്ന് കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പൽ നങ്കൂരമിട്ടത്. പക്ഷേ വിശുദ്ധമായ ഖുർആൻ അതിനൊരു തീരുമാനം പറഞ്ഞു. വഖീല യാ അർളു ബിലഇ മാഅകി വയാ സമാഉ വഖിലഇ വഗീലൽ മാഉ വഖുലിയൽ അംർ വസ്തവത് അലൽ ജൂദി. വിശുദ്ധ ഖുർആൻ പറയുന്നു, വെള്ളം ഇനി ഒരിക്കലും ഇവിടെ നിന്ന് നിർഗളിക്കരുത്, ഇനി ഒരിക്കലും ഒരു വെള്ളപ്പൊക്കം ഇവിടെ ഉണ്ടാവരുത്, നീ നിന്നുകൊള്ളണം. അങ്ങനെ നിർമ്മിക്കപ്പെട്ട ആ ഒരു കപ്പൽ പിന്നീട് നങ്കൂരമിട്ടത് എവിടെയാ? അലൽ ജൂദി, വസ്തവത്തെ അലൽ ജൂദി, ജൂദി പർവ്വതത്തിന് മുകളിലാണ് ആ കപ്പൽ നങ്കൂരമിട്ടത്. ഇതാദ്യമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞത് വിശുദ്ധമായ ഖുർആനാണ്. 1948 ജൂദി പർവ്വതത്തിൻ്റെ മുകളിൽ കപ്പലിൻ്റെ അവശിഷ്ടം, അതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയ ശാസ്ത്രജ്ഞർ കണ്ടെത്തി. അന്ന് മുതലാണ് ഉൽപ്പത്തി പുസ്തകങ്ങളിലടക്കം പറഞ്ഞ അരാരാത്ത് പർവ്വതത്തിലല്ല ആ കപ്പൽ നങ്കൂരമിട്ടത് എന്ന് ലോകം അംഗീകരിച്ചത്. ഇങ്ങനെ ഒരുപാട് ശാസ്ത്രീയ സത്യങ്ങൾ വിശുദ്ധമായ ഖുർആൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ആരാണിത് ലോകത്തോട് വിളിച്ചു പറയുന്നത്? അതാണ് ഖുർആനിൻ്റെ ഏറ്റവും വലിയ മാനുഷികത. ഒരിക്കൽ പോലും വിശുദ്ധമായ കൈകളെ കൊണ്ട് എഴുത്തും വായനയും പഠിക്കാത്ത, ഉമ്മി എന്ന് തികച്ചും നിരജ്ഞൻ എന്ന് തികച്ചും വിശേഷിപ്പിക്കപ്പെടുന്ന മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. 6-ാം നൂറ്റാണ്ടിനെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ എന്നത് പോയിട്ട് ബാലപാഠം പോലും പഠിക്കാനുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളില്ലാത്ത കാലത്താണ് മനുഷ്യൻ്റെ എന്നല്ല എല്ലാ ഗോളശാസ്ത്രത്തെക്കുറിച്ചും ഭ്രൂണശാസ്ത്രത്തെക്കുറിച്ചും എല്ലാ ശാസ്ത്രമേഖലകളെക്കുറിച്ചും മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് സംവദിക്കുന്നത്. അതുകൊണ്ടാണ് അന്നുണ്ടായിരുന്ന ബുദ്ധിരാക്ഷസന്മാരൊക്കെ ഇസ്ലാമിലേക്ക് വന്നത്. അതുകൊണ്ട് നമ്മളും ഒരു പുണ്യഗ്രന്ഥം എന്ന രീതിയിൽ അതിനെ പാരായണം ചെയ്യപ്പെടുന്നത് പുണ്യമാകുന്നതോടൊപ്പം അതിൻ്റെ മാർഗനിർദ്ദേശനങ്ങൾ, ദാർശനികതകൾ നമ്മളും ഉൾക്കൊള്ളേണ്ടതുണ്ട്. അപ്പോഴാണ് ഖുർആനിനോടുള്ള കടപ്പാടുകൾ നമ്മൾ തീർത്തും നമ്മൾ നിർവഹിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. അതാണ് ഖുർആൻ പലയിടത്തും പറയുന്നുണ്ട്. ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്തതാണ്, അഫലാ യതദബ്ബറൂനൽ ഖുർആന, അവരെന്തേ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലയോ? ഖുർആൻ ഓതിപ്പോകുന്നത് മാത്രമേ ഉള്ളൂ, പോരാ, ഖുർആനിനെ കുറിച്ച് ചിന്തിക്കണം. എന്നിട്ട് ഖുർആൻ തന്നെ പറയുന്നു, അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, അവരെന്തേ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ മാത്രം അവരുടെ ഹൃദയങ്ങൾ പൂട്ടിട്ടിരിക്കുകയാണോ എന്ന്. അതാണ് ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയത്. മോറിസ് ബുക്കായി അടക്കമുള്ള പലരും വിശുദ്ധമായ ഖുർആനിൻ്റെ പ്രവചനങ്ങൾ, ഫറോവയുടെ ബോഡി ഖിയാമത്ത് നാൾ വരെ സൂക്ഷിക്കുമെന്ന പ്രവചനം, ഫ്രാൻസിൽ നടന്ന അതിൻ്റെ ശാസ്ത്രീയമായ പഠനങ്ങൾ, അതിലൊരു ശാസ്ത്രജ്ഞനായിരുന്ന, ഫ്രഞ്ച് ശാസ്ത്രജ്ഞനും ക്രിസ്ത്യാനിയുമായിരുന്ന മോറിസ് ബുക്കായിയെ ഇസ്ലാമിലേക്ക് ആകർഷിക്കാനുള്ള കാരണം അതിൻ്റെ മാനുഷികതയാണ്. ഈ നമ്മൾ കാണാതെ പോകാൻ പാടില്ല. മഹാബുദ്ധിമാന്മാരായ ഒരുപാട് ആളുകൾ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അബൂജഹൽ നല്ല ബുദ്ധിമാനായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ബുദ്ധിമാനും ശക്തിവാനുമായിരുന്നു. അബൂജഹലിനെ പോലെ തന്നെ ബുദ്ധിമാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത്
സഹോദരി ഫാത്തിമ, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരി ഫാത്തിമ വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് ഉരുവിട്ടത് കേട്ടപ്പോഴാണ് ത്വഹ മാ അൻസൽന എന്ന് പറയുന്ന ആ ആയത്തിൻ്റെ ഉരുവിടൽ പാരായണം സ്വന്തം സഹോദരിയുടെ വായയിൽ നിന്ന് കേട്ടതുകൊണ്ടാണ് ബുദ്ധിമാനായ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചത്. ഇവരൊക്കെ അങ്ങനെയായിരുന്നു ഖുർആനിനെ സമീപിച്ചിരുന്നത്. അതേപോലെ തന്നെ യുക്തിചിന്തയുടെ രാജാവായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു വളരെ കൂടുതൽ ബുദ്ധിപരമായ യുക്തിപരമായ ചിന്തകളിലൂടെ കടന്നുപോയൊരു മഹാനാണ്. ഇന്നത്തെ യുക്തിവാദികളെപ്പോലെ തലക്കകത്തൊന്നുമില്ലാത്ത നാസ്തികരായിരുന്നില്ല അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ആ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിനെ ഖുർആൻ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചതെന്താ? അദ്ദേഹത്തിൻ്റെ യുക്തിചിന്തയായിരുന്നു. ഗവേഷണപ്പെടുവായ ഇമാമിന് ഷാഫിഈ റളിയല്ലാഹു അൻഹു, നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമ, മഹാനവറുകളെയും വിശുദ്ധമായ ഖുർആൻ സ്വാധീനിച്ചു. തത്വചിന്തകനായ ഇമാം അശ്അരി ഇമാം ഫിലോസഫികളെ ഖുർആനിൻ്റെ വെളിച്ചത്തിൽ ഗണ്ണനം നടത്തിയ ഇമാമിന് റാസി റളിയല്ലാഹു അൻഹു, സർവകലാബല്ലവനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു, ഭാഷാ പണ്ഡിതനായ ഇമാം സക്കാക്കി റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അബൂബക്കർ റാസി റളിയല്ലാഹു അൻഹു, ഗണിതശാസ്ത്രത്തിൻ്റെ പിതാവായ മുഹമ്മദ് അൽ ഖവാരിസ്മി, ഇങ്ങനെ തുടങ്ങിയ 10,000 ഗവേഷണപ്പെടുക്കലും അതേപോലെ തന്നെ ബുദ്ധിരാക്ഷസന്മാരും അതേപോലെ തന്നെ ഫിലോസഫി ആളുകളുമൊക്കെ അവരൊക്കെ ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ചതും ലോകത്തോട് പഠിപ്പിച്ചതും വിശുദ്ധ ഗ്രന്ഥങ്ങളിലെ ഓരോ ആയത്തുകളെ മുൻനിർത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് വിശ്വാസികളായ നമ്മളും ആ വിശുദ്ധമായ പുണ്യഗ്രന്ഥത്തെ പാരായണം ചെയ്യുക എന്ന പുണ്യപ്രവൃത്തി വിശുദ്ധമായ റമദാനിലടക്കം ഒരു ഹർഫിന് 10 ഹസനാത്ത് എന്ന രീതിയിൽ കാണുന്നതിനപ്പുറം ആ വിശുദ്ധമായ ഖുർആനിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അപ്പോഴേ ആ ഖുർആനിനോടുള്ള പരിപൂർണമായ കടമകൾ നമ്മൾ നിറവേറ്റിയവരാവുകയുള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആനിനെ ലോകത്തേക്ക് ഇറക്കപ്പെട്ടതും ലോകത്ത് വരുന്ന കോടിക്കണക്കിന് മനുഷ്യർ ആ വിശുദ്ധമായ ഖുർആനിനെ നെഞ്ചിലേറ്റിയതും നല്ലൊരു ശതമാനം ആളുകൾ ആ വിശുദ്ധമായ ഖുർആനിൻ്റെ വാക്യങ്ങളെ, അതിൻ്റെ അമാനുഷികതയെ ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്നതും അതുകൊണ്ടാണ് എന്ന് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതാണ്. അതാണ് ഖുർആൻ ഒരു മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നു. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, അവമൻ കാന മൈതൻ ഫഅഹ്യൈനാഹു. ഖുർആൻ പറയാ, അവമൻ കാന മൈതൻ, മനുഷ്യൻ നിർജീവമായിരുന്നില്ലയോ, ശവമായിരുന്നില്ലയോ, ഒന്നിനും പറ്റാത്ത വിവരമില്ലാത്ത വിവരദോഷിയായിരുന്നില്ലയോ, എന്നിട്ടോ ഫഅഹ്യൈനാഹു, ആ മനുഷ്യനെ നമ്മൾ സജീവമാക്കി, അവനെ നമ്മൾ ജീവസുറ്റതാക്കി മാറ്റി. എന്താ കാരണം? എന്നിട്ട് വജഅൽനാ ലഹു നൂറൻ യംശി ബിഹി ഫിന്നാസ്, ആ മനുഷ്യന് നമ്മൾ ആളുകൾക്കിടയിൽ സഞ്ചരിക്കാനുള്ള ഒരു പ്രകാശമായിക്കൊണ്ട് വിശുദ്ധമായ ഖുർആനിനെ നമ്മൾ കൊടുത്തു. വഴികാട്ടിയായിക്കൊണ്ട് വിശുദ്ധമായ ഖുർആനിനെ നമ്മൾ നൽകി. ആ മനുഷ്യനാണോ കമൻ മസലുഹു ഫിൽ ളുലുമാതി ലൈസ ബിഖാരിജ് മിൻഹാ, ഇരുളിലൂടെ തപ്പി നടക്കുന്ന, വഴിയറിയാതെ തപ്പി നടക്കുന്ന, ആ ഇരുളിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള വഴിയറിയാതെ തപ്പി നടക്കുന്ന ഒരുത്തനെ പോലെയാണോ എന്ന് വിശുദ്ധമായ ഖുർആൻ ചോദിക്കുന്നത് അതാണ്. കദാലിക സുയ്യിന ലിൽ കാഫിരീന മാ കാനൂ യഅമലൂൻ. ഒരുപക്ഷേ വിവരമില്ലാത്തവർ അതൊരു അലങ്കാരമായി കണ്ടേക്കാം, അവർക്കങ്ങനെ പലതും അലങ്കാരമായി കാണാവുന്നതാണ്. ഇത് വിശുദ്ധമായ ഖുർആനിനെ കുറിച്ചുള്ള പഠനങ്ങൾ ഇനിയും ലോകത്ത് നടക്കേണ്ടതുണ്ട് എന്നതിലാണ് ഖുർആൻ വിരൽ ചൂണ്ടുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല ആ വിശുദ്ധമായ ഗ്രന്ഥത്തോടുള്ള കടപ്പാടുകൾ പാരായണത്തിലൂടെയും അതിനെക്കുറിച്ചുള്ള പഠനങ്ങളിലൂടെയും നടത്താൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.